മണിയാകുമ്പോ ഗ്രില്ല് കൂട്ടും അവിടത്തെ ആ മെയിൻ ഗ്രില്ല് ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകുന്നു. അപ്പോഴാണെങ്കിൽ ഈ ചേട്ടനാണെങ്കിൽ ഇവർക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് കൊടുത്തായിരുന്നു. അപ്പൊ അവള് ഇന്നും അത് വെച്ച് ആ ഗ്രില്ല് തുറന്നിട്ട് അങ്ങനെ ഇറങ്ങി ആ ചേട്ടന്റെ റൂമിൽ പോവായിരുന്നു. അനാമികയില്ലേ അവള് ഞങ്ങളുടെ കൂടെ പഠിക്കുമായിരുന്നു +2 ഞങ്ങളുടെ കൂടെ. അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ടെ. അത് എങ്ങനെയാന്ന് വെച്ചാ അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ. ഞങ്ങക്ക് ഇങ്ങനെ 6 റൂമാ. അപ്പൊ എല്ലാരും അകത്തായി കാരണം 10 മണിയാകുമ്പോ ഗ്രില്ല് കൂട്ടും അവിടത്തെ ആ മെയിൻ ഗ്രില്ല് ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകുന്നു. അപ്പോഴാണെങ്കിൽ ഈ ചേട്ടനാണെങ്കിൽ ഇവർക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് കൊടുത്തായിരുന്നു. അപ്പൊ അവള് ഇന്നും അത് വെച്ച് ആ ഗ്രില്ല് തുറന്നിട്ട് അങ്ങനെ ഇറങ്ങി ആ ചേട്ടന്റെ റൂമിൽ പോവായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ചു മേഡം ഒന്നാണ്ട് കണ്ട്. പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ നേരത്ത് അവിടുത്തെ മേഡം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയായിരുന്നു, ഈ വൃത്തികെട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെയോ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു അവളെ പറ്റി. കുറെ മോശമായിട്ട് പറയായിരുന്നു, എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട് ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കഞ്ചാവ് അതിലെ പ്രതി അവള്. അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിച്ചെടുക്കാൻ കേൾക്കാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ ഒത്തിരി പറയുന്നു. അങ്ങനെ ചിലപ്പം അവിടുത്തെ കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇവളങ്ങനെയാണ്, ഇവള് പിച്ചക്കാരിയാ, ഇവളുടെ അച്ഛന് ഇവളെ വേണ്ടെന്ന് പറഞ്ഞെന്ന്. അച്ഛനാണെങ്കിൽ എന്നിട്ട് മാഡത്തിന്റെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചത്, അത്രയ്ക്കും പിച്ചക്കാരനാ, അച്ഛനൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വന്നത്. അങ്ങനെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ ഇവളെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവള് പിള്ളേരെല്ലാരും കൂടെ അവളെ കളിയാക്കിയായിരുന്നേ. അപ്പൊ ആ ദേഷ്യത്തില് അതൊക്കെ കഴിഞ്ഞ അവിടുത്തെ മാഡത്തിനോടുള്ള ദേഷ്യത്തിൽ അവളും ഉണ്ണീട്ടനും കൂടെ ഇറങ്ങിപ്പോയായിരുന്നു അവിടുന്ന്. ഇറങ്ങിപ്പോയി അവിടുന്ന്, ഇറങ്ങിപ്പോയി. സ്വർണ്ണം അതൊക്കെ എടുത്തിട്ടാ പോയി. പിന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ ആയി. പിന്നെ മാഡം അങ്ങനെ പ്രശ്നമൊക്കെ ഇതായിട്ട് കൊണ്ടുവന്നതാ തിരിച്ച്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ. അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഈ ബന്ധമെന്ന് ചുരുക്കം അല്ലേ? ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത്. കുട്ടി പുറത്തെങ്ങനെ വന്നു? അത് അവിടുന്ന് ആന്റി അവിടെ സത്യം പറഞ്ഞാൽ അനാഥരാണെന്നല്ല ആന്റി, അവിടെ അമ്മമാരുള്ള പിള്ളേരും ഉണ്ട്. വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും. അങ്ങനെ ആകെ ചുരുക്കം പേര് മാത്രമേ, അവർ അനാഥരൊന്നും അല്ല. പിന്നെ ഞങ്ങളൊക്കെ വീട്ടിൽ പോകുന്ന പിള്ളേരുണ്ട്. വെക്കേഷൻ സമയത്തൊക്കെ വന്ന് അമ്മമാര് വന്നിട്ടുണ്ടാവും, കാണാൻ വരാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് +2 കഴിഞ്ഞിട്ട് ഞാൻ റിലീസ് ആയത്. എന്റെ മോനെ ഞങ്ങൾ റിലീസ് ആക്കിക്കൊണ്ട് അങ്ങനെ വന്നു. ഒരു വെളിയിൽ ഇങ്ങനെ പറയാം ആരും ഇല്ലാത്ത. അപ്പൊ എല്ലാവരും ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയും. ഗസ്റ്റ് വരുമ്പോഴും പറയാം അനാഥരാണ് അങ്ങനെ. പക്ഷെ അനാഥരല്ല, അമ്മമാരെല്ലാവരും ഉള്ളവരൊക്കെയാ ശരിക്കും. അവരൊക്കെ പറഞ്ഞ് ഇവരങ്ങ് തിരിച്ച് കുട്ടികളെല്ലാം സേവ് ചെയ്യുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അവിടുത്തെ പിള്ളേരൊക്കെ പറയുകയും ചെയ്യും, അവിടെ ഭയങ്കര കഷ്ടതയാ, എടി നിങ്ങൾ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് എല്ലാവരും അറിയിക്കണം എന്നും പറയും. അവിടെ ഭയങ്കര ജോലി ഇതൊക്കെയാണ്, ഭയങ്കര കഷ്ടമാണ്. ഈ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് മുളക് അരച്ച് തേക്കുന്ന എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പൊ ഞാനവിടെ ഇല്ല ആന്റി. ഒരു കൊച്ചിന്റെ മയൂരിയോ അങ്ങനെ പേര്. എല്ലാം അപ്പൊ ഓരോരോ കുട്ടികളുടെ പുറത്തും ഉണ്ട്, ഒരാളൊന്നല്ല. ഇതാണ് വയ്യാത്ത കൊച്ചാ. അമ്പിളി എന്ന് പറയുന്ന ആന്റിയുടെ കാര്യം പറയുന്നില്ലേ, എന്റെ മോളത് മയൂരിക്കും അത് തന്നെയാണ് ശിക്ഷ, അമ്മയ്ക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ. എന്തുവാ ഈ കേൾക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ആരും ഇത് എതിർക്കുന്നില്ലയോ? അപ്പൊ ഞാനവിടെ ഇല്ല ആന്റി, ഞാൻ +1 അവിടെ പോയെ. +1 +2 2 വർഷം കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ലേ മോളെ? ആന്റി ഞങ്ങളിത് സീറോബുദ്ധി പറഞ്ഞിട്ട് ചെയർമാൻ ഇരുന്നിട്ട് ഒരു ആക്ഷൻ എടുത്തില്ല. ചെയർമാൻ എന്റെ അമ്മേനെ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല, നിങ്ങളവിടെ ഫ്രീ ആയിട്ടല്ല നിർത്തി പഠിക്കുന്നത്, അവിടുത്തെ മേഡം എന്നിവരുടെ കാര്യം നോക്കി ഇവരിത്രയും വളർത്തും. ചെയർമാൻ രാജീവ് സാർ. രാജീവോ? എന്റെ അമ്മേനെ ഒത്തിരി വഴക്ക് പറഞ്ഞു, നിങ്ങളൊരു ഫണ്ട് അവിടെ കൊടുക്കുന്നില്ലല്ലോ, ഫ്രീ ആയിട്ടല്ലേ നിങ്ങളെ മോളെ പഠിക്കുന്നത്, നിങ്ങൾക്ക് ഇത് പറയാനുള്ള ഒരു അധികാരം. എന്നാ പിന്നെ അയാളുടെ സുനായ്ക്കകത്ത് മുളക് പൊടി ഒഴിച്ച് തേക്കാൻ പറ. ഫ്രീ ആയിട്ടാണെങ്കിൽ അയാൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ചാപ്പാട് കൊടുക്കാൻ തയ്യാറാണോ വെച്ചാൽ അയാളുടെ സാമാനത്തിൽ കുറച്ച് മുളക് പൊടികളൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ. ഭയങ്കര ഞങ്ങൾ പോയി പറഞ്ഞു കൊടുത്തത്. എന്റെ അമ്മേനെ ഒത്തിരി വഴക്കുന്നു, നീ ഇറക്കി ഞങ്ങൾ പോയി വഴക്ക് പറഞ്ഞു, നിങ്ങൾ ഫണ്ടൊന്നും നൽകുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് ഇത് പറയാനുള്ള അധികാരം ഇല്ലെന്ന് ഒത്തിരി വഴക്കുന്നു. ഭയങ്കര ശബ്ദത്തിലാണ് വഴക്ക് പറഞ്ഞു. ഒന്നും പറയാനില്ല എന്റെ കുഞ്ഞു കുട്ടി. പറയാൻ പറ്റില്ല ആന്റി. അടുത്ത പിള്ളേരൊക്കെ കരയും ചില സമയത്ത്. എന്നിട്ട് പറയും എങ്ങനെങ്കിലും ഇതൊക്കെ വെളിയിൽ അറിയിച്ചു, എങ്ങനെങ്കിലും ഇവിടെ ഞങ്ങൾ ഇറക്കണം കൂടിയാണ് എല്ലാരും പറയും. ഈ ചെയർമാൻ മുട്ടയടിച്ച ഒരാളല്ലേ? എന്റെ പേര് പറയണ്ട, എന്റെ പേര് പറയണ്ട, പക്ഷെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെ വിശ്വാസം അതുകൊണ്ടെല്ലാം പറഞ്ഞു. പിന്നെ എന്താ ആന്റി, 10 രൂപയുടെ സോപ്പാട്ടോ അവിടെ കൊടുക്കുന്നേ. 10 രൂപയുടെ സോപ്പ്, അതും നടുക്കുന്ന മുറിച്ച് 2 പേർക്ക് വെച്ച് അങ്ങനെ. ചെറിയ സോപ്പ്, അത് 15 ദിവസം ഉപയോഗിക്കണം, 2 പേര് മുറിച്ച് ഉപയോഗിക്കണം. ഭയങ്കര ദാരിദ്ര്യമില്ല ആന്റി. അവർ അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരുന്നില്ല ആന്റി. അവർ 1 രൂപയുടെ ഷാമ്പു 2 പേര് അത് പാതി എടുക്കണം. എങ്ങനെയാണ് അതൊക്കെ അങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് ഫുഡിന്റെ കാര്യമാണ്. ഫുഡാണെങ്കിൽ മര്യാദയ്ക്ക് പോലും കിട്ടുന്നില്ല. അത്രയും പൈസ കിട്ടണേ അവർ അവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, പിള്ളേരെ ഒരു കാര്യം നോക്കത്തില്ല. അത് പറഞ്ഞത് ശരിയാ. ഈ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ വരുമ്പോ പിള്ളേരുടെ അടുത്ത് അവിടെയൊക്കെ ഫുള്ള് നീറ്റാക്കും. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആരോടെങ്കിലും പറയാതിരിക്കാൻ വേണ്ടി അവരാണ്ട് വന്ന് നോക്ക് എന്തെങ്കിലും പറയുന്നുണ്ട്. ബെസ്റ്റ് വന്നാൽ തന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നോക്ക് എന്തെങ്കിലും പറയുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിലെ ടീച്ചർമാരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർമാരൊക്കെ കണ്ട് കരഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥയായിട്ട്.
ടീച്ചർമാരൊന്നും എങ്ങനെയെങ്കിലും പഠിക്കാനല്ലേ കാര്യമില്ല. അപ്പൊ നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവനകത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നിങ്ങളിപ്പോ ഓഡിയോ ആയിട്ട് കേട്ടത്. അപ്പൊ ഈ ഓഡിയോ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെയുള്ള ഒരു കുട്ടിയാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഈ നമ്മുടെ അനാഥാലയത്തിനകത്തുള്ള ഒരു കൊച്ചെന്ന് തന്നെ വിളിക്കുക. കാര്യം എന്താണ്, 18 വയസ്സ് അതിനെ തികഞ്ഞപ്പോ തന്നെ ഇവര് കല്യാണം കഴിപ്പിച്ച് വിട്ട്. അത് ആരുമായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഗിരിജ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ മോനായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടു, വിഷ്ണു എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ. അപ്പൊ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് എല്ലാവരും ഒരു സപ്പോർട്ട് ചെയ്ത് വെച്ചു. കാര്യം എന്താ, അവിടെ തന്നെയുള്ള അനാഥയായിട്ടുള്ള ഒരു കുട്ടീനെ ഇങ്ങനെ സ്വന്തം മകന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തല്ലോ എന്നൊക്കെ ഉള്ള രീതിക്ക് പലരും ഇവരെ സപ്പോർട്ട് ചെയ്ത് വെച്ചു ആ ഒരു ടൈമിനകത്ത്. പക്ഷേ ഇപ്പോഴാണ് അതിന്റെ റിയാലിറ്റി എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായത്. കാര്യം ആ കുട്ടി കല്യാണം കഴിഞ്ഞ് കൃത്യം 7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടി ഗർഭിണിയായി. 7 മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായെന്നല്ല, 7 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി പ്രസവിച്ച്. അപ്പൊ പ്രസവിച്ച് ആ 7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രസവിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. അതായത് അപ്പൊ ആ കുട്ടിയുടെ കല്യാണം കഴിയുന്നത് 18 വയസ്സായപ്പോഴാണ്. അപ്പൊ ആ ഒരു 18 വയസ്സാവുന്നതിന് മുന്നേ തന്നെ അത് ഗർഭിണിയായിരുന്നു എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പൊ അത്ര 18 വയസ്സാവുന്നതിന് മുന്നേ തന്നെ ഒരു കുട്ടീനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരതെല്ലാം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ മോന് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത്, അതൊക്കെ ഇത്രയും വലിയ സംഭവമാണ് അതിന്റെ മറവിനകത്ത് നടന്നത്. അപ്പൊ ഇതെല്ലാം നടന്നിട്ടാണ് ഇവർ വന്നിരുന്നിട്ട് ഇന്റർവ്യൂവിനകത്തൊക്കെ ഭയങ്കര തേനും പലക്കെ ഒലിപ്പിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇമാതിരി ഈ പറഞ്ഞ അനാഥാലയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ അനാഥാലയങ്ങളുടെയൊക്കെ ഒരു മെയിൻ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ അനാഥ അല്ലെങ്കിൽ ചാരിറ്റി ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ കാശ് നോക്കാണ്ട് സഹായിക്കും ചിലർ. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെന്ന് വിചാരിച്ചു. 100 രൂപ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ 100 രൂപയും എടുത്ത് കൊടുക്കും ഒരാൾ ചോദിക്കുമ്പോഴത്തേക്കും. ഞാൻ എൻ്റെ കാര്യം ചിലപ്പോൾ ആ സമയത്ത് നോക്കിയില്ലാന്നേ വരും. അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ കാശ് കൊടുക്കും. കാശ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ കാശ് അർഹിക്കുന്ന കൈകളിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളാരും ചിന്തിക്കാറില്ല. നിങ്ങൾ ചുമ്മാ കാശ് കൊടുത്തിട്ട് അങ്ങ് പോകും. പക്ഷെ കാശ് കൊടുത്തിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഈ കുട്ടി പറഞ്ഞ കേട്ടാ, അതായത് ആ കാശ് അവര് മേടിച്ചിട്ട് അവര് പുട്ടടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അവർ ആ മര്യാദയ്ക്ക് അവർക്ക് വേണ്ട ഫുഡോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സോപ്പ് അതേപോലെ ഷാമ്പൂ അതൊക്കെ കൊടുക്കുന്നത് കേട്ടല്ലോ. അതായത് ഈ 10 രൂപയുടെ സോപ്പ് മേടിച്ചിട്ട് അത് 2 പേരോട് ഉപയോഗിക്കാൻ പറയാം. അതേപോലെ 1 രൂപയുടെ ഷാമ്പൂ മേടിച്ച് അത് 2 പേരോട് ഉപയോഗിക്കാൻ പറയാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിന് മറവിനകത്ത് നടക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള കാശൊന്നും നോക്കാണ്ട് സഹായിക്കുന്നവർ ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നും പറഞ്ഞ് ആരും സഹായിക്കരുത്, അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടുള്ള സഹായിക്കലും കാര്യങ്ങളൊക്കെ മതി. ഇപ്പം ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നവർക്കെതിരെ നല്ല കർശനമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം. കാര്യം ഇത്തരത്തിലുള്ള കേസൊക്കെ ഒരിക്കലും നമ്മൾ വെച്ച് പൊറപ്പിക്കാൻ പാടില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് വീഡിയോയുടെ തേക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ.